ജയേന്ദ്രന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അടി കിട്ടിയേക്കുന്നത് കൂടെ നിന്നവർ തന്നെ തന്നിട്ടാ. അതല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായും 150% കൂടെ നിന്നവര്. ഞാൻ ഒരു നേരമെങ്കിലും ആഹാരം വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളൂ, അതും പറയാനുണ്ട്. നമ്മൾ പിന്നെ വേറെ തന്നെ ആഹാരം മേടിച്ചു കൊടുക്കാത്ത ഇനി ഇന്നല്ലെങ്കിൽ നാളെ മേടിച്ചു തരും എന്ന് പറഞ്ഞെങ്കിലും നിൽക്കും. ഈ മേടിച്ചു കൊടുത്തോ, വാരി കൊടുത്ത കൈ കടിച്ചു പറിക്കും. ഇതിലിപ്പോഴും എനിക്കൊരു ഡൗട്ട് എന്ന് പറയുന്നത്, ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിലോ അല്ലെങ്കിൽ മറ്റെന്ത് കാര്യത്തിൽ ഏർപ്പെടുന്നതിലോ സ്വന്തം ഭാര്യയ്ക്ക് കുഴപ്പമില്ല, ജനങ്ങൾക്കാണ് പ്രശ്നം. ഒരു ഏപ്രിൽ അഭിനയിക്കുന്ന തെറ്റാണോ? ജനങ്ങൾക്കല്ല, കുറച്ചു പേർക്ക്. കുറച്ചുപേര് ആരൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്? ഈ പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ, 1000 തേൻ തുള്ളിക്കകത്തോട്ട് ഒരു മീൻ തുള്ളി വീണാൽ മതി, കഴിഞ്ഞ് അല്ലേ, പിന്നെ അത് കഴിക്കാൻ പറ്റുമോ? ഇതേപോലെ കുറെ അമ്മമാരുണ്ട്. അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും പറ്റാത്ത പോകുന്ന ചിലർ. ഞാൻ പറയട്ടെ, ഈ ഇവരുടെ സംസാരം കേട്ടാൽ വിചാരിക്കും ഏപ്പടം എന്ന് പറഞ്ഞ വല്ല പോൺ ഫിലിമാണ്, പോൺ വീഡിയോ അങ്ങനെ ആണെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവുക. ഏപ്പടം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കല്യാണം ആലോചിച്ച സമയത്ത് എൻ്റെ അടുത്ത് എൻ്റെ അച്ഛൻ്റെ അടുത്തും പറഞ്ഞു, ഇങ്ങനെ പണ്ടൊരു സിനിമാ നടൻ ആവണമെന്ന് ആഗ്രഹമുള്ള സമയത്ത് ഷക്കീലയുടെ കൂടെ ഒരു പടം വന്ന സമയത്ത് അച്ഛനും അമ്മയും പറഞ്ഞ് പോയി അഭിനയിച്ചോ, 20 വയസ്സിലെങ്ങാണ്ട് പോയി ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ്. ഇതൊക്കെ പറയേണ്ട കാര്യം എന്താ? അതിന് മാത്രം എന്താണ് ആ സിനിമയിലുള്ളത്? ഇപ്പത്തെ ഓരോ സിനിമ വെച്ച് നോക്കും അതിൽ എന്ത് കുന്താണുള്ളത്? ഷക്കീല എന്നുള്ള അവർ എത്രയോ നല്ല സ്ത്രീയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടോ. മനസ്സിലായോ? അപ്പം ഇത് നമുക്ക് വേദനിക്കോ എന്ന് അറിയാൻ വേണ്ടി, ഇതിൽ ഒന്നുമില്ല എന്ന് ഇവർക്ക് തന്നെ അറിയാം. ഇത് പറയുമ്പോൾ നമ്മളങ്ങ് വേദനിച്ചിട്ട് നാണം കെട്ടിട്ട് ചേട്ടൻ എത്രയോ അവരുടെ കൂടെ ഫോട്ടോ വരെ എടുത്തിട്ട് ചേട്ടൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ നാണം കെട്ട് കുടുംബത്തോടെ അങ്ങ് ആത്മഹത്യ ചെയ്യും. അതാണ് ഇതാ വേണ്ടത്. ചിലർക്ക് വേണ്ടത്. വലിയൊരു ചോദ്യം പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന അങ്ങ് ചോദിക്കുവാണ്, കള്ളക്കേസ് എന്തു തോന്നുന്നു, വിശ്വസിക്കുന്നുണ്ടോ? ഒറ്റ വാക്കിൽ മറുപടി പറയാം. മറ്റേ പിണറായി വിജയൻ്റെ സഖാവ്, ഞാൻ ഭയങ്കര ഫാനാണ് ആളുടെ. ആള് പറയുന്ന പോലെ ഒറ്റ കാര്യം പറയുള്ളൂ, ഞങ്ങളെ മടിയിൽ കനമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വഴിയിൽ ആരും പേടിയില്ല. ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്നു, അങ്ങനെ പോകും. പക്ഷെ ഈ ചോദ്യം ഞാൻ വസന്തിയോട് ചോദിക്കാൻ കാരണം, ചില സ്ത്രീകൾ സ്നേഹിക്കുന്നു, ആൾക്കാരെ പ്രണയം നടിച്ചു മുന്നോട്ട് പോകുന്നു. ശരിക്കും എന്താ ഈ കള്ളക്കേസ് മനസ്സിലാക്കിയേക്കുന്നത്? കള്ളക്കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ഉള്ള ഒരാള്, ഞാൻ കല്യാണം കഴിഞ്ഞു ചേട്ടൻ്റെ, അപ്പൊ ചേട്ടന് സ്റ്റാർ അല്ല, അപ്പൊ എനിക്ക് ഈ ലൈഫ് സ്റ്റൈൽ പോരാ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊരു സൂപ്പർ സ്റ്റാറിനെ പ്രണയിക്കുന്നു, പ്രണയം നടിക്കുന്നു. ഞാൻ പല കാര്യങ്ങളും ആഗ്രഹിച്ചിട്ടായിരിക്കും അയാളുടെ അടുത്ത് പോകുന്നത്. അപ്പം ആ ആള് വിവരമുള്ള ആളാണ്, അയാൾക്ക് അറിയാം ഹസ്ബൻഡ് ഉള്ള ഒരാൾ ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഇവളെ ഏത് സൈസാണെന്ന് അയാൾക്ക് അറിയുന്നുണ്ടോ. അപ്പൊ അയാൾ ആ രീതിയിൽ കണ്ടിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ അവൻ അതിൽ നിന്ന് എസ്കേപ്പ് അടിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ച കാര്യം എനിക്ക് നടന്നില്ല. എനിക്ക് ഫ്ലാറ്റ് കിട്ടിയില്ല, കാറ് കിട്ടിയില്ല, ഞാൻ വിചാരിച്ച ഒന്നും നടന്നില്ല. അപ്പൊ എനിക്ക് സ്വാഭാവികം എന്നാ ഇവനൊരു പണി കൊടുക്കാം, പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത്, അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണെങ്കിൽ വീട്ടിൽ അച്ഛനോ ആങ്ങളമാരൊക്കെ ഉള്ള നല്ല അടി തന്നു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളൊന്നും ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. പക്ഷെ അങ്ങനെ പോകുന്ന ഒരാൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഒരിക്കലും വിശ്വസിക്കുമോ? ഹസ്ബൻഡ് ഉള്ള ഒരാൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവള് നല്ലൊരു സ്ത്രീയാണെന്ന് ഒരുത്തനും അങ്ങനെ പോകുന്ന ആരെങ്കിലും ശരിക്കും ജെനുവിനായിട്ട് നമുക്ക് ഇപ്പൊ ഹസ്ബൻഡിന്റെ ഒരു സപ്പോർട്ട് കിട്ടാത്തൊരു സ്ത്രീകൾ ചിലപ്പോൾ മാറിപ്പോവായിരിക്കും, അടിക്കുന്നതായിരിക്കും, ചിലപ്പോൾ മദ്യപിച്ചിട്ട് തെറി പറയുന്ന ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ വേറെ പോകുന്ന ജെനുവിനായിട്ട് പോകുന്നതായിരിക്കും ഒരാളുടെ അടുത്ത് ഇഷ്ടം. കാരണം നല്ല രീതിയിൽ ഒരു ഇത് വരുന്ന സമയത്ത് ആരും അങ്ങോട്ട് ചാഞ്ഞു പോകും. അങ്ങനെ പോകുന്ന ആൾക്കാരെ പോലും ഓപ്പോസിറ്റുള്ള ആണുങ്ങൾ ആരായാലും കാണുന്നതാ ഇവള് ഹസ്ബൻഡിനെ ചതിച്ച് വരുന്നവൾ ഇവളെ എത്ര നല്ല ആ രീതിയിലായിരിക്കും കാണുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഒരിക്കലും അങ്ങനെ പോവരുത് എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായില്ല? നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊരാളെ കൂടെ പറ്റൂല്ലെങ്കിൽ ഒഴിവാക്കിയിട്ട് പോവുക.